ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആശ പവറിൻ്റെ നോവ 50 എന്നുള്ള ഒരു സോളാർ ചാർജ് കൺട്രോളർ 24 വോൾട്ട് ബാറ്ററി സിസ്റ്റത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ്. ഇപ്പോൾ ഇത് പുതുതായി വാങ്ങിയ ആ, ആശ പവറിൻ്റെ നോവ 50 എന്നുള്ള മോഡൽ ചാർജ് കൺട്രോളറാണ്. ഇതിനകത്ത് മെനു സ്വിച്ച് ഉണ്ട് ഇവിടെ മുകളിലായിട്ട്. ആ മെനു സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പല പാരാമീറ്റേഴ്സും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മാക്സിമം ആംപിയർ 50 ആംപിയർ ആണ്. ഗ്രിഡ് സോളാർ ചേഞ്ച് ഓവർ ഇത് 14.2 ആകുമ്പോഴത്തേക്ക് ഗ്രിഡിൽ നിന്ന് സോളാറിലേക്ക് ചേഞ്ച് ആവും. ഇപ്പോൾ ചാർജിങ് ആംപിയർ 23 ആംപിയർ ആണ്. സോളാറിൽ നിന്ന് വരുന്നത് 9.2 ആംപിയർ ആണ് സോളാറിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ താഴെ കാണുന്ന നീല ഡിസ്പ്ലേ എന്ന് വെച്ചാൽ നമ്മുടെ സോളാറിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ആയി വരുന്ന കറണ്ട് മെഷർ ചെയ്യുന്ന എനർജി മീറ്ററാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 9.2 ആണ് ആശ പവറിൻ്റെ ഡിസ്പ്ലേയിൽ കണ്ടത് സോളാറിൻ്റെ ഇൻപുട്ട് ആംപിയർ. ഇപ്പോൾ ഈ നീല ഡിസ്പ്ലേയിൽ വലതുവശത്ത് മുകളിലായിട്ട് അതും കാണിക്കുന്നുണ്ട് 9.85 ആംപിയർ. ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ കുറച്ച് മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് സോളാറിൻ്റെ പ്രൊഡക്ഷൻ ഇത്തിരി കുറവാണ്. അപ്പോൾ 340 വാട്ട്സ് ആണ് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ. ടോട്ടൽ സോളാർ പാനൽ 800 വാട്ട്സിൻ്റെ ആണെങ്കിൽ മേഘമൊക്കെ ഉള്ളതുകൊണ്ട് 340 വാട്ട്സ് വരെ എനർജി കിട്ടുന്നുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. നമുക്ക് ഈ 12 വോൾട്ട് സിസ്റ്റത്തിനെ ഒന്ന് 24 വോൾട്ട് സിസ്റ്റത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻവെർട്ടർ 12 വോൾട്ട് ആയതുകൊണ്ട് ബാറ്ററി മാത്രം 24 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഈ സോളാർ ചാർജ് കൺട്രോളർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഈ പോർഷൻ ഒന്ന് സ്പീഡിലിടാം. ഈ ആശ പവർ എന്ന ബ്രാൻഡ് തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് കേരളത്തിലുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇവരുടെ സൈറ്റിൽ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആമസോണിലും അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്ത് ഒരു ഏജൻറ്റും ഉണ്ട്. അങ്ങനെ പിന്നെ റിലയബിൾ ആണ്. അങ്ങനെ പെട്ടെന്നൊന്നും കേടാകില്ല. അപ്പോൾ ഈ ഡിക്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചപ്പോഴും പറഞ്ഞു അതും ഒത്തിരി റിലയബിൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ 12 വോൾട്ട് സിസ്റ്റത്തിനെ പറ്റി ഒരു വിവരമില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ആശ പവർ കൂടുതലായിട്ടും സെലക്ട് ചെയ്യാൻ കാര്യം. ഇപ്പോൾ ഇവരുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ്, എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബാറ്ററിയുടെ സീരീസ് കണക്ഷൻ കംപ്ലീറ്റ് ആയി. ബാറ്ററി 24 വോൾട്ടിൽ കണക്ട് ചെയ്തു. എന്നിട്ട് ഇത് ഓൺ ചെയ്തപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് 24 വോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെലക്ട് ചെയ്തു. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ 24 വോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ഫുൾ ഫങ്ഷനായി തുടങ്ങാനായിട്ട് ഒരു 10-15 സെക്കൻഡ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സ്ലോ ആയിട്ട് ഇത് കറണ്ട് എടുത്തു തുടങ്ങുള്ളൂ. ഇത് ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന എനർജി മീറ്ററിൽ ഗ്രാജുവലായിട്ട് പവർ കൂടുകയാണ്. പവർ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ 340 വാട്ട്സ് പവർ വന്നു. അപ്പോൾ ചാർജ് കൺട്രോളറിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇത് ഫോക്കസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 297 വാട്ട്സ് ആണ് ചാർജ് കൺട്രോളറിൽ കാണിക്കുന്നത്. ബാറ്ററി വോൾട്ടേജ് 27 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ പ്രൊഡക്ഷനും ആണ് 0 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺ ചെയ്തേ ഉള്ളൂ. ബാറ്ററി വോൾട്ടേജ് 24 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് പാനലും പാരലായിട്ടാണ് കൊടുത്തേക്കുന്നത്. 400 വാട്ട്സിൻ്റെ രണ്ട് പാനൽ പാരലായി കൊടുത്തേക്കുകയാണ്. നേരത്തെ 12 വോൾട്ട് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതിനകത്ത് പാരലാണ്. ഇപ്പോൾ 9.644 ആംപിയർ ആണ് നമുക്ക് പാനലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 35 വോൾട്ടിൽ 9.6 ആംപിയർ ആണ് പാനലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ 24 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഈ MPPT ചാർജ് കൺട്രോളർ. ഇപ്പോൾ മെനു സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം ഈ ഡിസ്പ്ലേ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കും. ആ സമയത്ത് നമുക്ക് ഏത് ഡിസ്പ്ലേ വേണോ കുറച്ച് സമയം കാണാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ പ്രൊഡക്ഷനും ടോട്ടൽ യൂണിറ്റ് പ്രൊഡക്ഷനുമാണ് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ അത് തനിയെ മാറിക്കോളും. ഇപ്പോൾ ബൾക്ക് ചാർജിങ് ആണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ബാറ്ററിയുടെ 4 സ്റ്റേജസ് ചാർജിങ്ങിലെ ഒരു സ്റ്റേജാണത്.
ഇപ്പോൾ ചാർജിങ് ആംബിയർ 12.5 ആംബിയർ ആണ് കാണിക്കുന്നത്. സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ 10 ആംബിയർ. അതായത് ഇതിനകത്ത് ആശ പവറിൻ്റെ MPPT ഡിസ്പ്ലേയിൽ കാണിക്കുന്ന അതേ ആംബിയർ തന്നെയാണ് നമ്മുടെ എനർജി മീറ്ററിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന എനർജി മീറ്ററിലും കാണിക്കുന്നത്. 12 വോൾട്ട് ബാറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ചാർജ് കൺട്രോളർ കണക്ട് ചെയ്തപ്പോൾ 87% എഫിഷ്യൻസിയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഇപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ കുറച്ച് മുമ്പ് വരെ കണ്ടതാണ് 356 വാട്ട്സ് സോളാർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ ചാർജ് കൺട്രോളർ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 336 വാട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അത് വെച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 94% എഫിഷ്യൻസിയാണ് ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് 24 വോൾട്ട് സിസ്റ്റം 2 പാനൽ പാരലായി കണക്ട് ചെയ്തപ്പോൾ ഉള്ള എഫിഷ്യൻസിയാണ് ഇത്. ചില സമയത്ത് 88 വരെ താഴ്ന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു 336 വാട്ട്സ് സോളാർ പവർ വന്നപ്പോൾ 308 വാട്ട്സ് ഇത് ചാർജിങ് കാണിച്ചുള്ളൂ. അത് ബാറ്ററിയുടെ കണ്ടീഷൻ അനുസരിച്ച്, അതായത് ചാർജ് കണ്ടീഷൻ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യാം. മാക്സിമം 94% വരെ ഇപ്പോൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് 24 വോൾട്ട് സിസ്റ്റം തന്നെ 2 സോളാർ പാനൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് 90 വോൾട്ട് ഇതിനകത്ത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ യൂട്യൂബിലിടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.